കേരളത്തിലെ പൊതുജനാരോഗ്യ രംഗത്ത് നിന്ന് വിരമിച്ചിട്ടുള്ള ഏകദേശം 500-ലധികം വരുന്ന ആളുകൾ കണ്ണൂർ ജില്ലയിൽ സ്ഥിര താമസക്കാരായിട്ട് ഉണ്ട്. അവരുടെ സേവനങ്ങളും അവർ കഴിഞ്ഞ 30-ലേറെ വർഷക്കാലം ഈ ഔദ്യോഗിക സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചിട്ടൂടെ ആർജിച്ചിട്ടുള്ള കഴിവും അറിവും സാങ്കേതിക വൈദഗ്ധ്യവും സമൂഹത്തിൻ്റെ വികസനത്തിനായി തുടർന്നും ഉപയോഗപ്പെടുത്തണം എന്ന ലക്ഷ്യത്തോടു കൂടി കണ്ണൂർ ജില്ലയിലുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരള പബ്ലിക് ഹെൽത്ത് റിട്ടയർഡ് എംപ്ലോയീസ് ഫോറം എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു വേദി രൂപീകരിക്കുകയാണ്. ഈ വേദിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ഈ മാസം 18-ാം തീയതി മുൻ ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ രമേഷ് ആർ നിർവഹിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പൊതുജനങ്ങളോട് അധികാരികളോട് മുമ്പ് സമർപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. നമുക്കറിയാം, കേരളം ആരോഗ്യരംഗത്ത് ഇന്ന് ലോകത്തിന് തന്നെ മാതൃകയാണ്. ലോകത്തിന് തന്നെ മാതൃകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിലെ ശിശുമരണ നിരക്ക് 5.6 ആണെങ്കിൽ കേരളത്തിലെ ശിശുമരണ നിരക്ക് ഇന്ന് 5 ആണ്. അതായത് ലോകത്ത് ഏറ്റവും ശിശുമരണ നിരക്ക് കുറഞ്ഞ ഒരു പ്രദേശം നമ്മുടെ കൊച്ചു സംസ്ഥാനമായിട്ടുള്ള കേരളമായി മാറിയിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിൽ ഒട്ടനവധി ഘടകങ്ങളുണ്ട്. പക്ഷേ ആ ഘടകങ്ങൾക്ക് ഒക്കെ തന്നെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു വിഭാഗം എന്ന് പറയുന്നത് ഈ മേഖലയിൽ സുദൃഢമായ സേവനം നടത്തിയിട്ടുള്ള പ്രാഥമിക ആരോഗ്യ സുരക്ഷാ സേന എന്ന രീതിയിൽ പ്രവർത്തിച്ച ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് മുതൽ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഗ്രേഡ് 1, ഡിസ്ട്രിക്ട് മദർ ആൻഡ് ചൈൽഡ് ഹെൽത്ത് ഓഫീസർ വരെയുള്ള ഒരു വലിയ പ്രവർത്തന നിരയാണ്. ഈ നിര ഒരു 2 വർഷത്തെ പരിശീലനം നേടി അതിനുശേഷം സർവീസിൽ കയറിയതിനു ശേഷം നിരന്തരമായ പരിശീലനങ്ങളിലൂടെ അവരുടെ സാങ്കേതികമായിട്ടുള്ള കഴിവും അറിവും വർദ്ധിപ്പിച്ചുകൊണ്ടേ വന്ന് സർവീസിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുള്ള ഒരു വിഭാഗമാണ്. അപ്പോൾ അവരുടെ സേവനത്തെ നമുക്ക് തുടർന്നും നമ്മുടെ സമൂഹത്തിൽ ലഭ്യമാക്കാൻ വേണ്ടി നമുക്ക് സാധിക്കേണ്ടത് ഉണ്ട് എന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ടുള്ള ഭീഷണിയിലാണ്. സംസ്ഥാനം ഒരു വലിയ പ്രശ്നത്തെ അഭിമുഖീകരിക്കുകയാണ്. അപ്പോൾ അതിനെ എങ്ങനെയാണ് നമുക്ക് അഭിസംബോധന ചെയ്യാൻ പറ്റുക? ഫീൽഡ് തലത്തിൽ എപ്രകാരമുള്ള പ്രവർത്തനങ്ങളാണ് നമുക്ക് നടത്താൻ വേണ്ടി പറ്റുക? അതിനാവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കുമൊക്കെ നൽകേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ സേവനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കകത്തും ജില്ലാ തലത്തിലും ഒക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ മറ്റൊരു മേഖലയാണ് നമ്മുടെ കൂടിയിട്ടുള്ള ആയുർദൈർഘ്യത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ള പ്രശ്നം. ഈ മേഖല ഇന്ന് ഒരു വലിയ പ്രതിസന്ധി നേരിടുകയാണ്. കാരണം ഇത് വയോജനങ്ങൾക്ക് വീടുകളിൽ പരിപാലനം നൽകുന്നതിന് വേണ്ടിയുള്ള മേഖല എന്ന് പറയുന്നത് ഒരു സ്വകാര്യ കച്ചവടത്തിൻ്റേതായിട്ടുള്ള ഒരു തലമായിട്ട് മാറുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് വലിയ രീതിയിലുള്ള വലിയ ഒരു ലാഭമോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ വലിയൊരു ചാർജൊന്നും ഈടാക്കാതെ കൊണ്ട് തന്നെ ഒരു സേവനം എന്ന രീതിയിൽ അത്തരം വീടുകളിൽ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് പോകാനും അവർക്ക് ആവശ്യമായ സേവനങ്ങൾ നൽകുന്നതിനും സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ ജില്ലക്കകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പൊതുജനാരോഗ്യ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വലിയ സാങ്കേതിക പരിജ്ഞാനം നേടിയുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മ രൂപീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് പൊതുജനങ്ങൾക്കും ഇത് കൂട്ടായ്മയുടെ സേവനം ഉപയോഗപ്പെടുത്താൻ പറ്റണം, ഡിപ്പാർട്ട്മെൻറ്റിന് പറ്റണം, ഇത് മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പറ്റണം.
അത് അവരെ അറിയിക്കുക, അവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ ഒരു പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചിട്ട് ഇങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങൾ, നമുക്കറിയാം കോവിഡ് പോലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ ഒരുപാട് വളണ്ടിയേഴ്സും കൂടി, ആരോഗ്യവകുപ്പ് മാത്രമല്ല ഒരുപാട് വളണ്ടിയേഴ്സൊക്കെ ഉൾപ്പെടെയാണ് ഇത് പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ സംഘടിപ്പിച്ചത്. അപ്പോൾ അതേ രൂപത്തിൽ നമ്മൾ ഇത്തരം ആൾക്കാരുടെ സേവനങ്ങൾ, റിട്ടയർ ചെയ്ത ആൾക്കാരുടെ സേവനങ്ങൾ ഇനിയും നമ്മുടെ സമൂഹത്തിന് പ്രയോജനപ്പെടുത്താം. അതോടൊപ്പം തന്നെയാണ് ഈ റിട്ടയർ ചെയ്ത ആളുകൾ ഒരു സുപ്രഭാതത്തിൽ അവർ സമൂഹത്തിലേക്ക് മറയുകയാണ്. റിട്ടയർ ചെയ്തതോടുകൂടി അവരുടെ സമൂഹത്തിലേക്ക് മറയുകയാണ്. പിന്നെ അവർ പല ഒരു ഇതിലുള്ള ഒരു മുക്കാൽ ഭാഗം ആളുകളെയും കാണുന്നില്ല. നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ചില ആളുകൾ, നമ്മുടെ പവിത്ര സ്ഥലം പോലെ ആളുകൾ പിന്നീട് സജീവമായിട്ട് IRPC പോലുള്ള അല്ലെങ്കിൽ പ്രസ് ഫോറം പോലുള്ള മേഖലകളിൽ പ്രവർത്തിക്കുകയും അദ്ദേഹത്തിൻ്റെ അറിവും കഴിവും, അതോടൊപ്പം നമ്മുടെ സുനിൽ ദത്ത് സാർ ഇപ്പോഴും ജില്ലാ ശുചിത്വ മിഷനിലും ഹരിത കേരളം മിഷനിലും അതോടൊപ്പം ജില്ലാ കലക്ടറുടെ മറ്റ് ഇതിലൊക്കെ സജീവമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ ഭൂരിപക്ഷം ആളുകൾ സമൂഹത്തിലേക്ക് മറഞ്ഞു പോവുകയാണ്. അവർ വീട്ടിലൊക്കെ ഒതുക്കി കൂടി പോവുകയാണ്. അപ്പം അതിന് ഒരു മാറ്റം ഉണ്ടാകണം എന്നുള്ളതാണ് ഒരു പ്രധാനമായിട്ട് ഇതിൻ്റെ ഇത്. പിന്നെ ഈ റിട്ടയർ ചെയ്ത ആളുകളുടെ ഇടയിൽ തന്നെ ഒരുപാട് പേര് പ്രായമായിട്ടൊക്കെ ഇരിക്കുന്ന ആളുകൾക്ക് പല അവശതകളുണ്ട്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ പ്രായം കൂടുന്നതിനനുസരിച്ച് വീട്ടുകളിൽ ആളുകളില്ലാത്തൊരവസ്ഥ ഈ റിട്ടയർ ചെയ്ത ആളുകൾക്കുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാകും ഭാവിയിൽ നമുക്ക് ലിവിങ് സ്പേസ്, അതായത് എല്ലാവരും കൂടെ ഒന്നിച്ച് ജീവിക്കുന്ന ചില സംവിധാനങ്ങളൊക്കെ കൊണ്ടുവരിക, അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുക. അങ്ങനെ നിരവധിയായ പ്രവർത്തനങ്ങളാണ് നമ്മളിതിൻ്റെ കീഴിൽ ആസൂത്രണം ചെയ്യുന്നത്. അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള നിലക്കാണ് അതിൻ്റെ ഒരു വളരെ ചുരുങ്ങിയ ഇതിപ്പം നമ്മൾ ജൂലൈയിലാണ് ആദ്യമായിട്ട് ഇതിനെ കുറിച്ച് ആലോചിക്കുകയും 2 മാസത്തിനുള്ളിൽ ജൂലൈ 22-നാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ആലോചന യോഗം നടന്നത്. 2 മാസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾ ഇത്രയും ഇതായിട്ട് അതിൻ്റെ ഒരു ജില്ലാതല ഉദ്ഘാടനം നടത്തുന്നു. തുടർന്ന് അങ്ങോട്ട് നമ്മളിനിയും കൂടുതൽ കാര്യങ്ങൾ ഇതിൽ ചർച്ച ചെയ്തുകൊണ്ട് തീരുമാനിക്കേണ്ടതുണ്ട്. കൂടുതൽ ആളുകൾ വരുമ്പോൾ, കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യുമ്പോൾ കൂടുതൽ ആശയങ്ങൾ വരും. അപ്പോൾ അതൊക്കെ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണ്. അതിൻ്റെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു ഉദ്ഘാടനമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഡോക്ടർ രമേശ് റെഡ്ഡി സാറ് DHS ആയിരുന്നു. അതോടൊപ്പം സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ ചെയർമാനായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ ആരോഗ്യവകുപ്പിൽ തന്നെ വളരെ സജീവമായി പ്രവർത്തിച്ചിട്ടുള്ളൊരു വ്യക്തി എന്ന നിലക്കാണ് അദ്ദേഹത്തെ നമ്മൾ ഈ ഉദ്ഘാടനത്തിന് കൊണ്ടുവന്നിരിക്കുന്നത്. സർവീസിൽ നിന്ന് വിരമിച്ചവരുടെ ഒരു കൂട്ടായ്മയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരള പബ്ലിക് ഹെൽത്ത് റിട്ടയേർഡ്സ് എംപ്ലോയീസ് ഫോറം കണ്ണൂർ എന്ന രീതിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. നമുക്കറിയാം, പൊതുജനാരോഗ്യ മേഖല ഇന്ന് നേരിടുന്ന ഒട്ടനവധി പ്രശ്നങ്ങളിൽ ഒരു സാമൂഹ്യ ഉത്തരവാദിത്വം എന്ന രീതിയിൽ നിർവഹിക്കാനാണ് ഇപ്പോൾ ഈ കൂട്ടായ്മ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം നമുക്കറിയാം, സമൂഹത്തിൽ വയോജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ അടക്കം ചർച്ച ചെയ്യുന്ന ഈ സന്ദർഭത്തിൽ അവരുടെ പരിരക്ഷ ഉറപ്പുവരുത്തുക, അതുപോലെ തന്നെ സർവീസ് റിട്ടയർ ചെയ്തവരുടെ കുടുംബങ്ങൾക്ക് താങ്ങായി തണലായി ഈ കൂട്ടായ്മ രൂപപ്പെടുത്തണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ പൊതുജനാരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് അവർക്കൊരു കൈത്താങ്ങാവാൻ ഇന്ന് സർക്കാരിൻ്റെ വിവിധ ദേശീയ ആരോഗ്യ പദ്ധതികൾക്കടക്കം അനുഭവ സമ്പത്തുള്ള ഒരുപാട് ജീവനക്കാർ, ഇപ്പോൾ ചുരുക്കം 2 മാസം കൊണ്ട് 500ഓളം പേർ ഈ റിട്ടയർമെൻറ്റ് ഇവിടെ സൂചിപ്പിച്ച കേരള പബ്ലിക് ഹെൽത്ത് റിട്ടയർഡ് ഫോറത്തിൽ അംഗങ്ങളായിട്ടുണ്ട്. അവരുടെ കഴിവും അനുഭവ സമ്പത്തും പൊതുസമൂഹത്തിന് ഉപയോഗപ്പെടുത്തുക എന്നതുകൂടിയാണ് ഞങ്ങളുടെ ഒരു സാമൂഹ്യ ഉത്തരവാദിത്വം എന്ന രീതിയിൽ സംഘടന നിർവഹിക്കുന്നത്. ആരോഗ്യമേഖലയിലെ പൊതുജനാരോഗ്യ വിഭാഗം ജീവനക്കാർ ഫീൽഡ് തലങ്ങളിൽ പ്രവർത്തിച്ച് ഒരുപാട് അനുഭവ പരിജ്ഞാനങ്ങളുള്ള ആൾക്കാരാണ്. അവർ ഒട്ടനവധി കൂട്ടായ്മകൾ പല ജില്ലകളിലും നടത്തി വരുന്നുണ്ട്, വാട്സപ്പ് കൂട്ടായ്മകൾ. അപ്പോൾ അതിൽ നിന്ന് വിഭിന്നമായിട്ട് കേവലം നമ്മുടെ അംഗങ്ങളുടെ വെൽഫെയർ എന്നതിലുപരി സമൂഹത്തിൽ ഈ വിഭാഗം ആൾക്കാർക്ക്, ഇത്രയധികം പരിചയസമ്പന്നരായ ആൾക്കാർക്ക് സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയണം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് പ്രധാനമായിട്ടും നമ്മൾ ഇത്തരത്തിലുള്ള ഒരു സംഘടനയായി പൊതുജനത്തിനും അതുപോലെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിനും കിട്ടത്തക്ക രീതിയിലുള്ളൊരു പ്രവർത്തനം നടത്തണമെന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കേരളത്തിൽ തന്നെ ആദ്യത്തെ ഒരു സംഘടനാ രൂപീകരണമാണ് കണ്ണൂർ ജില്ലയിൽ നടക്കുന്നത്. അപ്പോൾ അതിന് മധ്യവരംഗത്തെ നിങ്ങളുടെ എല്ലാവരെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മളെല്ലാ പഞ്ചായത്തുകളിലും ഇനി ബ്ലോക്ക് തലത്തിലായാലും എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ നമ്മുടെ സ്റ്റാഫ് മാത്രം പോരായ്മ ഉണ്ടാവും. അപ്പോൾ അതിൽ റിട്ടയർഡ് ആയവരെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നല്ല നല്ല പ്രവർത്തനങ്ങൾ ഇനി നമുക്കൊരു പകർച്ചവ്യാധി വന്നാലും അതിൽ നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട്
ചെയ്താൽ കുറച്ചും കൂടെ നല്ല കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സംഘടന ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സംഘടനാ തലത്തിൽ താലൂക്ക് തലത്തിലായാലും അങ്ങനെ അത് നമുക്ക് കുറച്ചും കൂടെ ജില്ലാ തലത്തിലുള്ള ഈ ഫോറത്തിന് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളൊരു സാമൂഹ്യ സേവനത്തോടുകൂടി നമ്മളെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകണമെന്നാണ് നമ്മളെ വലിയ ആഗ്രഹം. റിട്ടയർമെൻ്റ് ആയവരിപ്പം എല്ലാവർക്കും അറിയാം, വയോജനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ 60 വയസ്സ് കഴിഞ്ഞവരെയാണ് പെടുത്തത്. പക്ഷേ നമ്മൾ 60 മുതൽ 70, 70 മുതൽ 80, 80 മുതൽ അങ്ങോട്ട് ശരിക്കും അത് 3 വിഭാഗമായിട്ട് ശരിക്കും തിരിക്കേണ്ടതാണ് വയോജനങ്ങളാണ്. പക്ഷേ ഈ ആ 60 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ളവരെന്ന് പറഞ്ഞാൽ വളരെ ഊർജ്ജസ്വലരായിട്ടുണ്ടാകുന്ന പ്രായം തന്നെയാണ്. പിന്നെ എല്ലാവർക്കും തന്നെ മക്കളെല്ലാം പഠിച്ചൊരു വകയായി വളരെ ഫ്രീ ആയിട്ടാണ് അധികം ആൾക്കാർ ഇന്ന് വീട്ടിലുള്ളത്. പണ്ടത്തെ പോലെ മക്കളെ നോക്കാനും മക്കളെ നോക്കാനും ഇന്ന് സാഹചര്യങ്ങൾ വീട്ടിൽ കുറവാണ് സത്യത്തിൽ. അപ്പോൾ റിട്ടയർമെൻ്റ് ആയ ആൾക്കാരെല്ലാം സത്യത്തിൽ ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ എല്ലാവർക്കും സമൂഹമായിട്ട് നല്ലോണം ബന്ധപ്പെടാനും പൊതുജനാരോഗ്യ രംഗത്ത് നമ്മളെപ്പോലത്തെ ആൾക്കാരുടെ സേവനം നമ്മൾ ആരോഗ്യം ഉള്ളിടത്തോളം കാലം അത് കൊടുക്കാനുമുള്ള ഒരു സന്മനസ്സോടുള്ള ഒരു സംഘടനയാണ് നമ്മൾ ആരംഭിക്കുന്നത്. നമ്മുടെ ഈ കൂട്ടത്തിൽ എല്ലാവർക്കും നമ്മൾ ജില്ലയിൽ അല്ലെങ്കിൽ പക്ഷേ ഇതൊരു സംഘടിതമായ രൂപത്തിൽ അപ്പോൾ റിട്ടയർ ഇവിടെയുള്ള ആൾക്കാരൊക്കെ എന്താ പറയുക എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഇനിയും നല്ല ഊർജ്ജസ്വല. അപ്പോൾ ഇവരുടെയൊക്കെ ഞാൻ പറഞ്ഞത് കൂലി